സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവ് ഇവിടെയുണ്ട്, അവിടുന്ന് പ്രവർത്തിക്കും എന്നതിനെ കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിസ്റ്റൺ. ഞാൻ ചിറ്റൂർ ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ അനുജൻ്റെ 3 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ആഴ്ചയായി അവന് കഠിനമായ വയറുവേദന മൂലം ഛർദിലും അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അവൻ്റെ കുടലെല്ലാം കെട്ടുപിടിഞ്ഞ് കിടക്കുകയാണ്. കഴിഞ്ഞ ഏതോ പനി മൂലം ഇൻഫെക്ഷൻ മൂലമാണ് വന്നിരിക്കുന്നത്. സർജറി അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അങ്ങനെ ശനിയാഴ്ച 9 മണിക്ക് വേണ്ടിയിട്ടാണ് സർജറി വച്ചിരുന്നത്. കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ഞാൻ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ലഭിച്ച വെഞ്ചരിച്ച വെള്ളം വെള്ളിയാഴ്ച രാത്രി തന്നെ ഞാൻ അവന് കൊണ്ടുവന്ന് കൊടുത്തു. രാവിലെ ഡോക്ടേഴ്സ് ശനിയാഴ്ച രാവിലെ 9 മണിക്ക് വന്ന് സർജറിക്ക് വേണ്ടി നോക്കി സ്കാൻ ചെയ്തപ്പോൾ കുട്ടി ഭേദപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. കുട്ടിയുടെ ആ കുഴഞ്ഞു മറിഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് കെട്ടുപണഞ്ഞ് കടന്നിരുന്ന കുടല് നേരെ കിടക്കുക, സൗഖ്യം പ്രാപിച്ചിരിക്കുന്നതാണ്. ഓപ്പറേഷന് വേണ്ടി ഡോക്ടർമാർ നോക്കുമ്പോൾ കാണുന്നത്, പിന്നെ ഓപ്പറേഷൻ വേണ്ടി വന്നില്ല. ഇല്ല. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഒന്നും കൂടി കൺഫേം ചെയ്ത് നോക്കൂ. ഇന്ന് രാവിലെ തിങ്കളാഴ്ച ഒന്നും കൂടി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുട്ടി പൂർണ്ണമായും ഭേദപ്പെട്ടിരിക്കുന്നു. യേശുവേ, ഇനി ഓപ്പറേഷൻ വേണ്ട, ഇനി വേണ്ട, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിക്കൊള്ളാം. ഇതാ കുട്ടീനെ ഡിസ്ചാർജ് ചെയ്ത് കുട്ടിയായിട്ട് വീട്ടിലേക്ക് പോന്ന് ഇന്ന് ഇവിടെ വന്ന് ഇതാ ഈ സ്റ്റേജിൽ ഇവിടെ കൂടിയിരിക്കുന്ന 10,000ങ്ങളോട് വെഞ്ചിരിച്ച വെള്ളം ഉപയോഗിച്ചപ്പോൾ എങ്ങനെ യേശു വീട്ടിൽ പ്രവർത്തിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുക. ഞാൻ അട്ടപ്പാടിയിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു കുട്ടി ഭേദമാവുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. ഇന്ന് തന്നെ ദൈവം ഇത്ര ഫാസ്റ്റായി റിസൾട്ട് തന്നതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നോക്ക്, കർത്താവ് അനുഗ്രഹിച്ചു. അബ്രാഹത്തിൻ്റെ കാലത്ത് കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ഇസ്ഹാക്കിൻ്റെ ദൈവം ഇസ്ഹാക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യാക്കോബിൻ്റെ ദൈവം യാക്കോബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ എന്നതുപോലെ നമ്മുടെ ദൈവം ഇന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. വിശ്വസിക്കുന്ന എല്ലാവരും കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. പാടി. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ എല്ലാവിധ ഭാരങ്ങളും ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. എല്ലാ അവിശ്വാസ പീഡകളെയും കർത്താവെ കഴുകണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴുകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. രോഗികൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. വിദ്യാർത്ഥിനികൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് ഇവിടെയുണ്ട്, അവിടുന്ന് പ്രവർത്തിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ,
കർത്താവേ, കരങ്ങൾ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുന്നവനെ, 145 സങ്കീർത്തനത്തിൽ 16 തിരുലിഖിതം കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവ് കരം തുറക്കും, യേശുവേ, എല്ലാരും തൃപ്തരാകും. ഓ രാജാവേ, തൻവചനം സേവിച്ചിടുമ്പോ ആത്മീയ ശക്തി ഉണരും. കൈയടിച്ച് കർത്താവ് കരം തുറക്കും, എല്ലാരും തൃപ്തരാകും. എന്റെ യേശു തൻവചനം സേവിച്ചിടുമ്പോ ആത്മീയ ശക്തി ഉണരും. രാജാവേ, സർവവിധ തിന്മകളും തകർന്നിടും അവർ ശക്തിയാ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. സർവവിധ തിന്മകളും തകർന്നിടും അവർ ശക്തിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ, ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കാം, സ്തുതിക്കാം, ഓ രാജാവേ, സ്തുതിക്കാം, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, വാഴ്ത്താം, വാഴ്ത്താം, യേശുനാമം വാഴ്ത്താം, കർത്താവേ, വാഴ്ത്തിപ്പാടാം. നന്നായി കൈയടിച്ച് സ്തുതിക്കാം, സ്തുതിക്കാം, ഒന്ന് ചേർന്ന് സ്തുതിക്കാം, യേശുവെ ആരാധിക്കാം. കർത്താവേ, വാഴ്ത്താം, വാഴ്ത്താം, യേശുനാമം വാഴ്ത്താം, നാഥനെ വാഴ്ത്തിപ്പാടാം, നാഥനെ വാഴ്ത്തിപ്പാടാം, നാഥനെ വാഴ്ത്തിപ്പാടാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവമക്കൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷം അത്ഭുതങ്ങൾ ചെയ്യണമേ. എല്ലാ മക്കളുടെ മേലും കൃപയുടെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. രാജാവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. രാജാവേ, നിറയണമേ, 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 നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ജനത്തെ വിടുവിക്കണമേ കർത്താവേ. എല്ലാ ഭാരങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവേ. എല്ലാ ദുഃഖഭാരങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ കർത്താവേ. എല്ലാ സങ്കടങ്ങളിലേക്ക് നിറയണമേ കർത്താവേ. ഈ രോഗികളെ തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. കുടുംബങ്ങളുടെ കണ്ണുനീര് ഒപ്പിയെടുക്കണമേ കർത്താവേ. കടബാധിതർ കെട്ടുകൾ അഴിക്കണമേ കർത്താവേ. ഈ കുടുംബങ്ങൾ ഇപ്പോൾ അവിടുന്ന് സന്ദർശിക്കണമേ കർത്താവേ. അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവായ ഈശോയുടെ അത്ഭുതമായ നാമത്തിൽ ഓരോ മകനും ഓരോ മകളും കൃപ കൊണ്ട് നിറയട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ, ശക്തി കൊണ്ട് നിറയട്ടെ, വചനം കൊണ്ട് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇപ്പോൾ ഇരിക്കുന്നു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ കുട്ടികളെയും വിദ്യാർത്ഥിനികളെ അച്ഛൻ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഗ്രീറ്റ് ചെയ്യുന്നു. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് കുട്ടികൾ ഈശോയോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വിശ്വാസത്തിനൊരു ഗിഫ്റ്റ് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുമ്പേ പറഞ്ഞ സാക്ഷി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആ സാക്ഷ്യത്തിൽ ആ ദൈവവൈദ്യർ രേഖപ്പെടുത്തുകയാണ്, ഒരു പ്രശ്നത്തിൽ വളരെ വേദനിക്കുന്ന അന്തരീക്ഷം. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു വൈദികൻ വെഞ്ചരിച്ച ബ്ലസ് ചെയ്ത വെള്ളം ആ കുട്ടിക്ക് കൊണ്ടുപോയി അങ്ങോട്ട് കൊടുത്തു. ലൗകിക മനുഷ്യനായി ഇരുന്ന് ചിന്തിച്ചാൽ ഇത് മനസ്സിലാവുകയില്ല. ഇത് വിശ്വാസത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ്. എന്താണ് സംഭവിച്ചത്? ശനിയാഴ്ചയാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്നത്. ശനിയാഴ്ച 10 മണിക്ക്. വെള്ളിയാഴ്ച രാത്രിക്ക് വെള്ളം അവിടെ എത്തിച്ചു കൊടുത്ത് ശനിയാഴ്ച രാവിലെ കുടൽ
നേരെയായി കിടക്കുന്ന കാഴ്ചയാണ് ഡോക്ടർമാർ ഓപ്പറേഷന് വേണ്ടി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ചില ആളുകൾ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനെ ദുഷിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ധവിശ്വാസമാണത്രേ. എന്ന് പറഞ്ഞാൽ വെഞ്ചിരിച്ച വെള്ളം ഉപയോഗിക്കുക, വെഞ്ചിരിപ്പ് ശുശ്രൂഷകൾ ചെയ്യുക, ധൂപാർപ്പണം ചെയ്യുക, വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം കൊടുക്കുക, ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിന് ഇഷ്ടമുള്ള വിധത്തിലെല്ലാം പ്രവർത്തിക്കാൻ കഴിയും. വിശുദ്ധ ബൈബിളിൽ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാമത്തെ അധ്യായം 38 മുതൽ 41 വരെ തിരുലിഖിതങ്ങളിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലീഷ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ പ്രവാചക ഗണത്തോടുകൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവാചക ഗണത്തിന് ഭക്ഷിക്കാനൊന്നും കൊടുക്കാതെ വിഷമിച്ചിട്ടുണ്ടാകണം. ഏലീഷ അവിടെ ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വേഗം പോയി അവിയൽ തയ്യാറാക്കി ഈ പ്രവാചക ഗണത്തിന് നൽകുവിൻ. 4-ാം അധ്യായം 38-ാം വാക്യം. ഏലീഷ വീണ്ടും ഗിൽഗാലിൽ എത്തി. അവിടെ ക്ഷാമമായിരുന്നു. പ്രവാചക ഗണം മുമ്പിലിരിക്കെ അവൻ ഭൃത്യനോട് പറഞ്ഞു, പ്രവാചക ഗണത്തിന് വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക. അവിയൽ അതുകൊണ്ട് ഈ ഭൃത്യൻ വേഗം പറമ്പിലേക്ക് ഇറങ്ങി, കാട്ടിലേക്ക് ഇറങ്ങി. അവിടെ ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളെല്ലാം കൂടി ശേഖരിച്ചു. അങ്ങനെ അവിയൽ തയ്യാറാക്കാൻ ധൃതിയിൽ അദ്ദേഹം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 39-ാമത്തെ വാക്യം. അവരിൽ ഒരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായ്കൾ പറിച്ചെടുക്കുകയും ചെയ്തു. അവ എന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി നുറുക്കി പാത്രത്തിലേക്ക് ഇട്ടു. ഭയങ്കര ക്ഷാമമുള്ള കാലം, ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുള്ളൂ. എന്തായാലും ശരി, പ്രവാചക ഗണം ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഉടനെ അവർ ഉച്ചത്തിൽ അവർ നിലച്ചു പറഞ്ഞു, ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. അതാണ് 40-ാമത്തെ തിരുലിഖിതത്തിൽ എഴുതിയിരിക്കുന്നത്. അനന്തരം അവിയൽ വിളമ്പി. ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു, ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. ഒരു പ്രത്യേക ഒരു സാഹചര്യം, വേഗം അവർ പ്രവാചകനെ വിളിക്കുകയാണ്. ഉടനെ ഏലീഷ അവിടെ എത്തി. ഏലീഷ പറഞ്ഞു, ഇവിടെ മാവുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പിടി മാവ് വേഗം എനിക്ക് തരിക. അവർ ഉടനെ അവരുടെ മാവിൻ്റെ ലേശം ഉണ്ടായിരുന്ന ഒരു പിടി മാവ് പ്രവാചകൻ്റെ കയ്യിൽ കൊടുത്തു. പ്രവാചകൻ അത് വാഴ്ത്തി, ദൈവത്തെ ആരാധിച്ചു, വാഴ്ത്തി ആ മാവ് പാത്രത്തിലിട്ടു. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം നീങ്ങിപ്പോയി. 41-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഏലീഷ പറഞ്ഞു, കുറച്ച് മാവ് കൊണ്ടുവരിക. അവൻ മാവ് പാത്രത്തിലിട്ടതിന് ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാമെന്ന് പറഞ്ഞു. അപകടം നീങ്ങിപ്പോയി. ആ ദൈവത്തിൻ്റെ ദാസൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇരിക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ മക്കൾ ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ് പ്രാക്ടിക്കലായിട്ട്. അപ്പോൾ ഈ ദൈവദാസൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അപ്പം തന്നെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പിടി മാവെടുത്ത് വാഴ്ത്തി പാത്രത്തിലിടുക. ആ മരണവും അതിനുണ്ടാകുന്ന വിഷാംശങ്ങളും പരിപൂർണമായി നീങ്ങിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാരാ ആ മരണം അവിടെ നീക്കിക്കളഞ്ഞത്? ആരാ ആ വിഷാംശം അവിടെ നിന്ന് എടുത്തു മാറ്റിയത്? ദൈവം പ്രവർത്തിച്ചു. കർത്താവ് അവിടെ ഉണ്ടായിരുന്നു, കർത്താവ് പ്രവർത്തിച്ചു. ആരാ ഏലീഷയ്ക്ക് നിർദ്ദേശം കൊടുത്തത്? കർത്താവിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ ആത്മാവ് ഏലീഷയ്ക്ക് നിർദ്ദേശം കൊടുത്തു. ആ പ്രവാചകഗണം അത് എന്തുകൊണ്ടാണ് അവിടെ ഒരു അത്ഭുതം നടന്നത്? ആ പ്രവാചകഗണവും ഈ ഏലീഷായുടെ ആത്മാവിനോട് ചേർന്ന് ചിന്തിച്ച്,
ഏലീഷായുടെ അധരങ്ങളിൽ തുറന്ന വചനത്തോട് ചേർന്ന് നടന്നു. ആ വചനത്തിലെ ദൈവത്തിൻ്റെ ശക്തിയെ അവർ ആരാധിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവർ അംഗീകരിച്ചു. അവരുടെ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും അവരുടെ കൂടെ നടന്ന് ഉത്ബോധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെയും നിഷേധിക്കാതെ, അതിനെ അന്ധവിശ്വാസം തള്ളിക്കളയാതെ, ബോഷ്ക്ക് പറയാതെ, നുണ പറയാതെ ആ ദൈവ സാന്നിധ്യത്തെ അംഗീകരിച്ചും ആ ദൈവ സാന്നിധ്യത്തെ ആരാധിച്ചും അതിൽ സന്തോഷിച്ചും മുന്നോട്ട് പോകുന്നൊരു സമൂഹമായതുകൊണ്ട് അപ്പോൾ തന്നെ ദൈവം അവിടെ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ പ്രവർത്തനം അവർക്ക് ദൃശ്യമായി. അവിടെ വലിയ അത്ഭുതം നടന്നു. അവരുടെ അപകടം നീങ്ങിപ്പോയി. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ വെഞ്ചിരിച്ച എണ്ണയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ വെഞ്ചിരിച്ച വെള്ളത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ വെഞ്ചിരിച്ച ഉപ്പിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ആശീർവദിച്ച ഭക്ഷണ പദാർത്ഥത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വചന ശുശ്രൂഷയിലൂടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടത്തിലും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇത് അനുഭവമാകുന്നില്ല? എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഈ ആത്മാവിനോട് മല്ലടിക്കുന്ന ഒരു മനോഭാവം അവിടെ ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ അവിശ്വസിക്കുകയും ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ നിഷേധിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്ധവിശ്വാസമെന്ന് പെട്ടെന്ന് ബ്രാൻഡ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ബോഷ്കിൻ്റെ ആത്മാവ്, ഒരു പ്രത്യേക മുഷ്കിൻ്റെ ആത്മാവ്, ഒരു പ്രത്യേക എതിർപ്പിൻ്റെ ആത്മാവ് ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് അവനവനെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തിപ്പോ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ സത്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വചനഭാഗങ്ങളിൽ മറ്റൊരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സത്യത്തിൽ അതെന്നെ വളരെ അതിശയപ്പെടുത്തി. ഞാൻ അത്ഭുതപ്പെട്ടിരുന്ന് വായിച്ച ഒരു വചനഭാഗമാണ് രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള തിരുലിഖിതങ്ങൾ. ബാൽഷാലിഷായിൽ നിന്ന് ഒരാൾ ആദ്യഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറേ അപ്പവും 20 ബാർലിയപ്പവും കുറേ പുതിയ ധാന്യക്കതിരുകളും കൊണ്ടുവന്ന് കൊടുത്തു. പ്രവാചകനും പ്രവാചകഗണമെല്ലാം ഒരു പ്രദേശത്തിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ 20 ബാർലിയപ്പം, പിന്നെ കുറച്ച് കതിരുകൾ, പിന്നെ ആദ്യ ഫലം കൊണ്ടുണ്ടാക്കിയ കുറച്ച് അപ്പങ്ങൾ, ചെറിയ ചെറിയ വല്ല അപ്പങ്ങളായിരിക്കും, അതെല്ലാം കൂടി കൊണ്ടുവന്ന് കൊടുത്ത്, നമ്മുടെ അച്ചപ്പം കുഴലപ്പം പോലെയൊക്കെ ആയിരിക്കും, അത് കൊണ്ടുവന്ന് കൊടുത്ത് പ്രവാചകൻ ഉടനെ തന്നെ പറയുകയാണ്, ഈ അപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമായി വിളമ്പുക, കൊടുക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവുണ്ടായിരുന്ന പ്രവാചകൻ പറയുകയാണ്, ഇത് വേഗം ഇവർക്ക് കൊടുക്കുക. അവർ വേഗം അത് വിളമ്പി. അതാണ് നമ്മൾ വായിക്കുന്നത്. ധാന്യക്കതിരുകൾ കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു. അപ്പോൾ ഏലീഷ പറഞ്ഞു, അത് ഇവർക്ക് കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ചൂണ്ടിക്കാട്ടി പറയാണ്, ഇവർക്കെല്ലാവർക്കുമായി ഇത് വേഗം കൊടുക്ക്, ഇവർ ഭക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇതിന് ചുമതലയുണ്ടായിരുന്ന ആ സഹോദരൻ ചോദിക്കുകയാണ്, പ്രഭോ, ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ഇത്ര ആളുകൾക്ക് തികയ്ക്കും? അതാണ് അടുത്ത വാക്യം, 43-ാമത്തെ തിരുലിഖിതം. ഭൃത്യൻ ചോദിച്ചു, 100 ആളുകൾക്കായി ഇതുകൊണ്ട് എങ്ങനെ പങ്കുവെക്കാൻ? പ്രവാചകനോട് ചോദിക്കും, പ്രവാചക എന്താ ഈ പറയണത്? 100 ആളുകൾക്ക് ഈ ഇതുകൊണ്ട് എങ്ങനെ ഞാനിതെല്ലാം കൂടി അങ്ങനെ കൊടുത്ത് തീറ്റിപ്പോറ്റും? ഇതുകൊണ്ട് എങ്ങനെ ഇതെല്ലാം കൂടെ വിതരണം ചെയ്യാൻ പറ്റും? ആ നിസ്സഹായ അവസ്ഥ ആ ഭൃത്യൻ പറയും. 100 ആളുകൾക്ക് ഇതുകൊണ്ട് എന്ത് തികയാൻ, എവിടെ എത്താൻ ചോദിക്കുകയാണ്. അവൻ ആവർത്തിച്ചു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രവാചകൻ ആത്മാവിൽ ഉത്തേജിതനായി പറയുകയാണ്, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും. ആ ഭൃത്യൻ വേഗം അത് കൊടുത്തു. വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും വയറ് നിറയെ ഭക്ഷിച്ചു, പിന്നെ ഒരുപാട് ഭക്ഷണം ബാക്കി വന്നു. അതാണ് അടുത്ത വാക്യം. ഭൃത്യൻ അത് അവർക്ക് വിളമ്പി, കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു, മിച്ചം വരികയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ബ്ലസ് ചെയ്തില്ല, വെഞ്ചരിച്ചില്ല,
ആ പ്രവാചകൻ കയ്യിലെടുത്തില്ല, ഒന്നും ചെയ്തില്ല. അധരങ്ങൾ കൂടെ ഒരു ആജ്ഞ നൽകിയതേ ഉള്ളൂ. വിളമ്പുക, ഇവർ ഭക്ഷിക്കട്ടെ. ഈ ഭക്ഷണം, ഈ അപ്പം ഇവർക്ക് കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. ഉടനെ ചോദിക്കരുത് എങ്ങനെ കൊടുക്കും. അപ്പോൾ വീണ്ടും പറഞ്ഞു, ഞാൻ വീണ്ടും പറയുന്നു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും. ആ വാക്കിൻ്റെ ശക്തി കൊണ്ട് അവിടെ അപ്പം വർദ്ധിച്ച് അത്ഭുതം സംഭവിച്ചു. എല്ലാവരും വയറ് നിറയെ ഭക്ഷിച്ച് സമൃദ്ധമായി മിച്ചം വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളിത് മനസ്സിലാക്കണം. ആരായി അപ്പം വർദ്ധിപ്പിച്ചത്? നമ്മുടെ കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. കർത്താവായ ദൈവം അവിടെ അപ്പം വർദ്ധിപ്പിച്ചു. ആരാണ് ഈ അപ്പം വർദ്ധിക്കുക എന്ന് പറയാൻ പ്രവാചകന് പ്രേരണ കൊടുത്തത്? കർത്താവിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് നിർദ്ദേശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ദിനവൃത്താന്തം 16:9 വചനം പഠിപ്പിക്കുകയാണ്, തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഉടനെ ചാടി കയറി അന്ധവിശ്വാസം എന്ന് പറയരുത്. ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. അയ്യോ ഇങ്ങനെയൊന്നും വെഞ്ചരിക്കരുത്, അയ്യോ ഈ വെഞ്ചരിക്കുന്നത് ഇതെല്ലാം വെറുതെയാ, ഇതൊക്കെ തട്ടിപ്പാ, ഇതൊക്കെ അന്ധവിശ്വാസ. അങ്ങനെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ദൈവമായ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ തുച്ഛീകരിച്ച് സംസാരിക്കുന്നത് കർത്താവ് അംഗീകരിക്കുന്നില്ല. യെശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായം 12 മുതൽ 15 വരെ തിരുലിഖിതങ്ങൾ, കൈക്കുമ്പിളിൽ ആഴികൾ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തതിനാര്? ആരുണ്ട് കർത്താവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ? ഏത് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകും? നമ്മൾ പഠിപ്പിക്കുന്ന കർത്താവിനോട് ഇങ്ങനെ മാവ് കൊണ്ട് ഒന്ന് അത്ഭുതം ചെയ്യരുത്, അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഏത് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകും? ആരുണ്ട് കർത്താവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ? യെശയ്യാ 40:15 പഠിപ്പിക്കുകയാണ്, ജനതകൾ അങ്ങേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോൽ പൊടി പോലെയും ആകുന്നു. എന്താ എന്നോട് നിങ്ങളോട് നമ്മുടെ കർത്താവ് ആവശ്യപ്പെടുന്നത്? അവിടുത്തെ തിരുമുമ്പിൽ ഹൃദയ നൈർമല്യത്തോടും ഹൃദയ നിഷ്കളങ്കതയോടും കൂടെ എളിമപ്പെടുക. ഇതല്ലേ നമ്മുടെ കർത്താവ് ആവശ്യപ്പെടുന്നത്? 2 ദിനവൃത്താന്തം 16:9, തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് ഇവിടെയുണ്ട്, കർത്താവ് പ്രവർത്തിക്കും. ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. നമ്മുടെ മുഷ്ക്, നമ്മുടെ ബോഷ്ക് നിറഞ്ഞ ആത്മാവ്, നമ്മുടെ മുഷ്ക് നിറഞ്ഞ ആത്മാവ്, നമ്മുടെ എതിർപ്പിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ശക്തിയെ കാണാനും അനുഭവിക്കാനും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലയോ പൈതലേ, ഇന്ന് എളിമപ്പെട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ഈ ബോഷ്കിൻ്റെ ആത്മാവിൽ നിന്ന് എടുത്തു മാറ്റി, എൻ്റെ ഈ എതിർപ്പിൻ്റെ ആത്മാവിൽ നിന്ന് എടുത്തു മാറ്റി, ഈ മുഷ്കിൻ്റെ ആത്മാവിനെ എതിർത്ത് മാറ്റി, പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്ന ഈ ആത്മാവിനൊന്ന് മാറ്റി നിഷ്കളങ്കതയുടെ ആത്മാവിനെ തരണമേ എന്ന് ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കാമോ? കർത്താവ് സഹായിക്കും. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി കാണാൻ സാധിക്കും. കർത്താവ് പ്രവർത്തിക്കുന്ന അനുഭവത്തിൽ ആനന്ദിച്ച് ജീവിക്കാൻ പറ്റും. ഈ സമയം 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഇതിൽ കുട്ടികളും യുവതിവാക്കന്മാരെ പ്രത്യേകം കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിനെ അറിയാനും ദൈവത്തെ സ്നേഹിക്കാനും ആന്തരിക നേത്രങ്ങൾ തുറക്കുന്ന കർത്താവാണ് ഇന്നിവിടെ ഉള്ളത്. 2 കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ അനുഭവമില്ലാത്തവർ ഉള്ളിലെ ബോഷ്കിൻ്റെ ആത്മാവിനെ തള്ളിക്കളയണം. ബോഷ്കിൻ്റെ ആത്മാവിനെ തള്ളിക്കളയണം. അത് ദൈവാനുഭവത്തിന് തടസ്സമാണ്. എതിർപ്പിൻ്റെ ആത്മാവിനെ, മല്ലടിക്കുന്ന ആത്മാവിനെ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിക്കണം. അത് വിട്ടുപോകട്ടെ. പകരം ഹൃദയ നിഷ്കളങ്കതയുടെ ആത്മാവ് നിറയട്ടെ. കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ നന്നായി ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഹൃദയ നിഷ്കളങ്കതയുടെ ആത്മാവേ, ഉണർവിന്റെ ആത്മാവേ, വിശ്വാസത്തിന്റെ ആത്മാവേ, ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്ന ആത്മാവേ, ഇപ്പോൾ എഴുന്നള്ളി വരണമേ. ഒരുമിച്ച് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, നിറയണമേ.
ദിനവൃത്താന്തത്തിന് 2-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, Praise the Lord. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിലെ യേശു ഇവിടെ സന്നിഹിതനാണ്. നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളും ഇപ്പോൾ എത്രമാത്രം വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കാൻ പറ്റുമോ അത്രയും ദാഹത്തോടെ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കണം. നിങ്ങളുടെ കഠിന വേദന എന്തായാലും ഇപ്പോൾ സമർപ്പിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, യേശുവിലേക്ക് നോക്കുക. എല്ലാവരും ഒരുമിച്ച് വിളിക്കുന്നു, യേശുവേ 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 യേശുവേ. ഹൃദയം നുറുങ്ങി വിളിക്കുന്നു, യേശുവേ 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 യേശുവേ.